ജാഥകൾ ഒരുപാട് നടന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഒരു മതപണ്ഡിതൻ അധികാരത്തിൻ്റെ ശീതളിമയില്ലാതെ, ഭരണാധികാരികളുടെ വലിയ ഒത്താശകളില്ലാതെ, മറ്റു തരത്തിലുള്ള അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവുമില്ലാതെ ഇത്രമാത്രം മനുഷ്യരെ ആകർഷിച്ചുകൊണ്ട് ഒരു യാത്ര കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് നടത്തുന്നു എന്നുള്ളത് തീർച്ചയായും നാളെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷേ നാളെയുടെ ചരിത്രാന്വേഷി ഈ മനുഷ്യൻ്റെ അത്യാകർഷണീയമായ വ്യക്തിപ്രഭാവത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഗവേഷണാത്മകമായ മനസ്സുമായി കടന്നു ചെന്നാൽ നമ്മൾ ആരും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല, അസൂയപ്പെടേണ്ടതില്ല. ഭീകരവാദവും തീവ്രവാദവും അതിശക്തമായി രാജ്യത്തിന്റെ സമാധാനത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സമാധാനത്തിന്റെ ഉണർത്തുപാട്ട് പാടുവാൻ നിയുക്തരാക്കപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാർ അവരാ ദൗത്യ നിർവഹണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കലാപവും കാലുഷ്യവും ഉണ്ടാകുമ്പോഴും ഉത്തരേന്ത്യയിൽ സൂഫിവര്യന്മാരുടെ മക്ബറകളിലേക്ക് മതജാതി വ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് എത്തുന്നത്. രാഷ്ട്രീയം പരാജയപ്പെടുന്നിടത്ത്, രാഷ്ട്രീയ നേതാക്കന്മാർ പരാജയം സമ്മതിക്കുന്നിടത്ത് സൂഫിവര്യന്മാരുടെ ഓർമ്മകൾ ജയിച്ചു നിൽക്കുന്നു. പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ ജ്വലിച്ചു നിൽക്കുന്നു. ആ ജ്വലിച്ചു നിൽക്കുന്ന വാക്കുകളിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാൻ ഈ തലമുറക്ക് കഴിയണം. സൗഹാർദ്ദത്തിന്റെ ഗാഥകൾ തീർത്ത് അനന്തപുരിയിൽ ഈ യാത്ര സമാപിക്കുമ്പോ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മതചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി